പിന്നെ നമ്മളിത് ഇതുപോലെ ഓരോന്ന് എല്ലാവർക്കും വേറെ ഷേപ്പിൽ ഉണ്ടാക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ പിന്നെ വീണ്ടും പഴയ രീതിയിൽ തന്നെ അങ്ങ് ചെയ്ത് പിന്നെ നമ്മളത് ഓരോന്ന് പരത്തി ഇഡലി തട്ടിലോട്ട് വെച്ച് നമ്മൾ പുഴുങ്ങി അരമണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ മണം ഇങ്ങനെ അങ്ങോട്ട് പരക്കാൻ തുടങ്ങും. അപ്പോൾ തന്നെ ആളുകൾ ഓടി, ഇവിടുത്തെ കൊച്ചു പിള്ളേർ സെറ്റൊക്കെ കൂടി മണം കേട്ട്. എല്ലാവർക്കും ഈ ഇതിൻ്റെ മണം, ഈ ചക്കയുടെയും ഈ ഏലക്കയുടെയൊക്കെ മണം, ഇങ്ങനെ വെന്ത മണം ഇങ്ങനെ വരുമ്പം തന്നെ നമ്മുടെ വായിൽ വെള്ളം ഊറും. കണ്ടോ, ആവി ഇങ്ങനെ പറക്കുന്നുണ്ട്. ആ ചൂടോടെ തന്നെ പാത്രത്തിലോട്ട് എടുത്തിട്ട്, പക്ഷെ നമ്മൾ കരുതുന്ന കണക്കാര് സാധാരണ ഗോതമ്പാവിൽ ഉണ്ടാക്കുമ്പം നമ്മളൊരു ഇച്ചിരി കട്ടിയാണ്. പക്ഷെ അത് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അരിമാവിൽ ഉണ്ടാക്കിയ കണക്കന്നെ നല്ല സോഫ്റ്റായിട്ടിരുന്ന് കണ്ടോ, നല്ല കഴിക്കാനും നല്ല രുചിയായിരുന്നു. ഷുഗർ ഉള്ളവർ വരെ കഴിച്ചു ഇവിടെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറ്റുന്നവരൊക്കെ ചക്ക കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.